ഡൽഹിയിൽ പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും പോയിരിക്കേണ്ട ഒരു സ്പോട്ടാണ് സ്വാമിനാരായണൻ അക്ഷർധാം ക്ഷേത്രം എന്ന് പറയുന്നത്. പിങ്ക് മണൽക്കല്ലുകളും വെള്ളക്കല്ലുകളൊക്കെ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. സ്വാമിനാരായണൻ എന്ന ഒരു സന്യാസിയുടെ ജീവചരിത്രങ്ങളെല്ലാം ഇതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയാണ് ഇതിനുള്ളിലുള്ളത്. ഇവിടെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലോട്ട് കടത്തി വിടുന്നത്. പിന്നെ ഫോണൊന്നും ഇതിനുള്ളിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പം അതെല്ലാം കാറിൽ വെച്ചിട്ട് തന്നെയാണ് പോയത്. മാത്രമല്ല നമ്മൾ ധാരാളം ചെക്കൊക്കെ ചെയ്തതിന് ശേഷമാണ് ഉള്ളിൽ കടത്തി വിടുന്നത്. ധാരാളം കൊത്തുപണികളും പഞ്ചലോഹങ്ങൾ വിഗ്രഹങ്ങളെല്ലാം ഇതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. എടുത്തു പറയത്തക്ക സവിശേഷത എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ബോട്ട് സവാരി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നദിയുടെ തീരത്തായിട്ടാണ് ക്ഷേത്രമുള്ളത്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി തന്നെ ഭയങ്കരമായ അത്ഭുതകരമായിട്ടുള്ള രീതിയിലാണ്. ഗജേന്ദ്രപീഠത്തിന് മുകളിലായിട്ടാണ് ക്ഷേത്രം ഇരിക്കുന്നത്. 148 ആനകളുടെ പ്രതിമയ്ക്ക് മുകളിലായിട്ടാണ് ക്ഷേത്രം ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ നമുക്ക് ഷോപ്പിങ്ങിനും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അതുമാത്രമല്ല ഫുഡ് കോർട്ടും ഒക്കെ നമുക്ക് കാണാം. പക്ഷേ ഇതിനുള്ളിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ അതിനുള്ളിൽ നിൽക്കുന്ന ഫോട്ടോ അവിടുന്ന് നമുക്ക് എടുത്തു തരും. ഇപ്പോൾ 150 രൂപയൊക്കെ അടയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ഫോട്ടോ നമുക്ക് ചെയ്യാം. ഫ്രെയിമിലും നമുക്ക് എടുക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് പ്രിൻറ്റ് മാത്രമായിട്ടും വാങ്ങാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഡൽഹിയിൽ പോകുമ്പോൾ മിസ് ചെയ്യാതെ പോയി കാണാം. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതിനുള്ളിലെ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണ്, നമുക്ക് ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്രയും മനസ്സിലാകുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അതിൻ്റെ കൊത്തുപണികളും കല്ലുകൾ പതിപ്പിച്ചിരിക്കുന്ന അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഭംഗിയും പിന്നെ പോസിറ്റീവ് എനർജിയും ഒക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. 141 അടി ഉയരത്തിലാണ് കേട്ടോ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം തൂണുകളും പിന്നെ ഇതിൻ്റെ സ്വാമിനാരായണ ചരിത്രമെല്ലാം ഒരു വിഷ്വലൈസ് ചെയ്തും അതും ചെയ്തേക്കും നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഡൽഹിയിൽ വരുമ്പം മിസ് ചെയ്യാതെ ഈ ക്ഷേത്രം സന്ദർശിക്കണേ.